നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. താങ്ക് യു. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു വ്യക്തിയുടെ ജീവിത പുരോഗതി അല്ലെങ്കിൽ ജീവിത യാത്രയെ ആശ്രയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന, ജീവിതയാത്രയെ സ്വാധീനിക്കുന്ന, അധികമാരും ശ്രദ്ധിക്കാത്ത, അധികമാർക്കും അറിയാത്ത ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ആ ഘടകങ്ങളെ നമുക്ക് കർമ്മ നിയമങ്ങൾ എന്ന് പറയാം. പൂർവജന്മ അല്ലെങ്കിൽ മുൻജന്മ കർമ്മ നിയമങ്ങൾ എന്ന് പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു തീയതിയുണ്ട്. അതുമുതലാണ് നമ്മൾ കണക്കാക്കുന്നത്. വാസ്തവത്തിൽ ആ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ജനന ദിവസമാണ്. പക്ഷേ ഈ ശരീരത്തെക്കാൾ എത്രയോ അധികം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത് ഈ ശരീരമെന്ന മാധ്യമത്തിനുണ്ട്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, അതിന് ചില കാരണങ്ങളുണ്ട്, പിന്നാലെ പറയാം. ഈ ശരീരമെന്ന മാധ്യമത്തിനുള്ളിൽ നിലനിൽക്കുന്ന ബോധമാണ്. ആവശ്യമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പൊതുവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആത്മാവ് എന്ന് പറയാം. അപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ നിലനിൽക്കുന്ന ബോധം അല്ലെങ്കിൽ ആത്മാവാണ് ഇത് ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്, ഏതെല്ലാം മാർഗങ്ങളിലാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏതെല്ലാം വ്യക്തികളോടൊപ്പമാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം വാസ്തവത്തിൽ ഈ ശരീരം എന്ന മാധ്യമത്തിനുള്ളിൽ അത് പ്രവേശിച്ചതിന് ശേഷമല്ല തീരുമാനിച്ചിരിക്കുന്നത്. അതിനും എത്രയോ കാലങ്ങൾക്ക്, എത്രയോ വർഷങ്ങൾക്കെന്നോ, വേണമെങ്കിൽ യുഗങ്ങൾക്ക് മുൻപ് എന്നോ ഒക്കെ പറയുന്ന വിധത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ അറിയുന്ന ഈ ശരീരത്തിനുള്ളിലേക്ക് ബോധം പ്രവേശിക്കുന്നതിന് മുൻപ് വേറെയും ഒട്ടനവധി ശരീരങ്ങളിലൂടെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇനിയും കുറേയധികം ശരീരങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേയധികം ശരീരങ്ങളിലൂടെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അതിനിടയിലെ കേവലം ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ നമ്മുടെ യാത്ര, ശരീരം കൊണ്ടുള്ള അല്ലെങ്കിൽ മാധ്യമം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക്, നമ്മളോടൊപ്പം കൂടിച്ചേർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ മുൻകാല സ്വാധീനം അല്ലെങ്കിൽ മുൻകാല പ്രാബല്യം അവിടെ നിലവിലുണ്ട്. ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾ ആലോചിക്കാറുണ്ട്, ഞാൻ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്താണ് എനിക്കിങ്ങനെ എന്ന്. ശരിയാണ്, ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അത് നമ്മൾ അറിയുന്ന, നമ്മുടെ ബോധതലത്തിലുള്ള, നമ്മുടെ കോൺഷ്യസ് തലത്തിലുള്ള ഈ ശരീരത്തിലേക്ക് വന്നതിന് ശേഷം ഒരു പക്ഷേ അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു യാത്രക്കിടയിലെ, ഏതെങ്കിലും ഒരു ശരീരത്തിലുള്ള യാത്രക്കിടയിലെ ഇതിനാസ്പദമായിട്ടുള്ള, ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ പിന്നീടുള്ള ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള വാക്ക് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ മറ്റൊരു വാക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ പരിണിത ഫലമെന്നോ അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട്, ഈ ശരീരത്തിൽ നിലനിന്നുകൊണ്ട് അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയം തന്നെയാണ്, പക്ഷേ കഴിയുന്നിടത്തോളം ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ നിരവധി ശരീരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നുകൂടി പ്രാഥമികമായിട്ടൊന്ന് തിരിച്ചറിയേണ്ടി വരും.
ഹിപ്നോസിസിന്റെ ക്ലാസ്സുകളിലും അതുപോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷന്റെ ക്ലാസ്സുകളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾക്ക് അവിടെ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ട് കൂടുതൽ ആഴത്തിൽ വിത്ത് പ്രാക്ടിക്കൽസ് അടക്കം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വളരെ ലളിതമായ വിധത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒട്ടനവധി സവിശേഷതകളുണ്ട്. അതിൽ ഒരു സവിശേഷതയാണ് നിരന്തരം പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടേയിരിക്കുക, നിരന്തരം അപ്ഡേഷന് വിധേയമായി കൊണ്ടേയിരിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ നിരവധി സവിശേഷതകളിൽ ഒരു സവിശേഷതയാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു പ്രത്യേക കമ്പനി, നമുക്ക് സാംസങ് എന്ന് പറയുന്ന ഒരു മൊബൈൽ കമ്പനി എടുക്കാം. ഈ മൊബൈൽ കമ്പനി കുറേയധികം മൊബൈൽ ഫോൺസ് വിപണിയിലേക്ക് എത്തിച്ചു. വിപണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യസ്തരായിട്ടുള്ള കുറേയധികം വ്യക്തികൾ വാങ്ങും. ഒരു അധ്യാപകൻ വാങ്ങും, ഒരു വിദ്യാർത്ഥി വാങ്ങും, ഒരു ഗെയിം ഉപയോഗിക്കുന്ന ആൾ വാങ്ങും, ഒരു സാധാരണ വ്യക്തി വാങ്ങും. ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ വാങ്ങും. അപ്പൊ ഈ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ വാങ്ങി അവർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ ചില പോരായ്മകൾ അവർക്ക് മനസ്സിലാകും. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ ചില സോഫ്റ്റ്വെയറുകൾ അതിൽ ശരിയായ വിധത്തിൽ റൺ ചെയ്യുന്നുണ്ടാവില്ല. ഗെയിം ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് പെട്ടെന്ന് ഹീറ്റ് ആകുന്നുണ്ടാകും, ടെമ്പറേച്ചറിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ന്യൂനതകളെ, പോരായ്മകളെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങും. പോരായ്മകൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോണൊന്ന് ഹാങ് ആകുന്ന സമയത്ത് അത് തിരികെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ ഹാങ് ആകുന്ന സമയത്ത് തിരികെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിലൊരു സ്ക്രീൻ വരും, സെൻഡ് എറർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ പ്രശ്നം ഞാൻ അതിൻ്റെ മാനുഫാക്ചറെ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയെ ഞാൻ അറിയിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. എന്തിനാണ് അവർ അറിയിക്കുന്നത്? അത് അറിയിക്കുന്നതിന് കാരണം ഇങ്ങനെ ഒരു പോരായ്മയുണ്ട് എന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ഏത് സാഹചര്യത്തിലാണ് ആ പോരായ്മ പ്രകടമായത് എന്നും കമ്പനി അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പോരായ്മയെ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികളെ സ്വീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തരായ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന എറർ റിപ്പോർട്ടുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ പരിഹാരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് അടുത്ത അപ്ഡേഷൻ അവർ അയച്ചു തരുന്നത്, അല്ലേ? അപ്ഡേഷൻ. ആ അപ്ഡേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ആ പോരായ്മകൾ പരിഹരിക്കപ്പെടും. പക്ഷെ കുറച്ച് നാൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ആവശ്യങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആവശ്യങ്ങളെ എന്താ പറയുക, നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിൽ വീണ്ടും ഇത് മാറുന്നതല്ല, ആവശ്യങ്ങൾ കൂടുന്ന സമയത്ത് ഇതിൻ്റെ പരിമിതികൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേഷൻ അവർ അയച്ചു തരും. അപ്പൊ ഈ അപ്ഡേഷനുകൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം കിട്ടുന്നത് ഇവർ ഈ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ഡിവൈസുകളിൽ നിന്ന് തന്നെയാണ്. അതിനെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്ഡേഷൻ തരുന്നത്. അപ്പൊ നമുക്ക് അപ്ഡേഷൻ തരുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ പോരായ്മകളെ അവർ പഠിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ഈ പറയുന്ന കമ്പനികളും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക്, അടുത്ത തലങ്ങളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഈ വിവരങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോണിൻ്റെ അടുത്ത മോഡല് കമ്പനി മാർക്കറ്റിലേക്ക് തരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ ഇതേ ഫോൺ തന്നെയായിരിക്കും കുറച്ച് പെയിന്റ് മാറ്റി, കുറച്ച് കളർ മാറ്റി, അതിൻ്റെ ഡിസൈൻ മാറ്റിയൊക്കെ അവർ വീണ്ടും മാർക്കറ്റിലേക്ക് തരാൻ പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ആരും അത് വാങ്ങില്ല. പക്ഷെ പുതിയ വേരിയന്റുകൾ, പുതിയ ഫെസിലിറ്റികളോടുകൂടി ഈ പോരായ്മകളെ പരിഹരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കമ്പനിക്ക് നിലനിൽപ്പുണ്ടാകും. പക്ഷെ ഈ അപ്ഡേഷൻ അവർ ശ്രമിച്ചിട്ടില്ല എങ്കിൽ, ഈ വിധത്തിൽ വിവരങ്ങൾ അറിയാനും അതിൻ്റെ പോരായ്മകളെ പരിഹരിക്കാനും അവർ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ആ കമ്പനിക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. ഏറ്റവും നല്ലൊരു ഫോൺ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് ഈ കമ്പനി പറയാണ്, ഇതാണ് ഏറ്റവും നല്ല ഫോൺ, ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല
എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം കുറച്ചൊക്കെ വാങ്ങും. പക്ഷെ അത് കഴിയുമ്പോഴാണ്, കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും പോരാ എന്ന്. നമുക്കറിയാം, ലാൻഡ് ഫോൺ മാറി മൊബൈലിലേക്ക് വന്നപ്പോൾ നമുക്ക് വലിയ സൗകര്യമായിരുന്നു, വലിയ സൗകര്യമായിരുന്നു. ഓ, ഇങ്ങനെ ഒരു ഡിവൈസ് കിട്ടിയല്ലോ എന്നുള്ള അത്ഭുതമായിരുന്നു. പക്ഷെ ആ എത്ര നാൾ അത്ഭുതം നീണ്ടു നിന്നു നിങ്ങൾക്ക്? ആ പോരായ്മകള് നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇതിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട്. ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല, ചിലയിടങ്ങളിൽ റേഞ്ച് കിട്ടുന്നില്ല, ചിലയിടത്ത് വോയിസ് ക്ലാരിറ്റി കുറവാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് അടുത്തടുത്തടുത്ത ഫോണുകൾ വന്ന് ഇന്നത്തെ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. ഒരു 10-15 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ വീഡിയോ കോൾ എന്ന് പറയുന്ന ആശയം? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ വീഡിയോ കോൾ വന്നപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു, അല്ലേ? പക്ഷെ ഇപ്പോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും ക്ലാരിറ്റി പോരാ, ഇടയ്ക്ക് ലാഗിങ് വരുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത വെർഷൻ വരുമ്പോൾ അവരത് പരിഹരിച്ചു തരും. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അത് പരിഹരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അപ്ഡേഷൻ സംഭവിക്കാത്ത കമ്പനികളുണ്ട്. നമുക്കറിയാം, നോക്കിയ. അത് നിന്നുപോയി. അതിനെ പഴയ അൻഎക്സ്പ്ലെയിൻഡ് പരസ്യം പോലെ ആയിപ്പോയി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെ? അപ്ഡേഷൻ തരുന്ന കമ്പനികൾ നിലനിന്നു. ഇതേ കാര്യം പ്രപഞ്ചത്തിലും നിലനിൽക്കുന്നുണ്ട്. അത് നിരന്തരം നിരന്തരം പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ഈ പരിവർത്തനത്തിന് വേണ്ട ഡേറ്റ ഈ പറയുന്ന കോസ്മിക്കിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഡേറ്റയ്ക്ക് ആധാരമായിരിക്കുന്നത് അറിവുകളാണ്. ഈ അറിവുകൾക്ക് ആധാരമായിരിക്കുന്ന എന്താ? അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ വ്യക്തികളോടൊപ്പം നിലനിന്ന് പോകേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ അനുഭവങ്ങൾ കിട്ടുന്നത്. നമ്മളെപ്പോലെയുള്ള വ്യക്തികൾ, നമ്മളെപ്പോലെ മീൻസ് ഈ ഗ്രൂപ്പിലുള്ള വ്യക്തികളെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതുപോലൊരു സത്സംഗത്തിനുള്ളിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് എത്രമാത്രം അനുഭവങ്ങൾ കിട്ടും? ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പരിഹാരങ്ങളെ തേടേണ്ടി വരില്ല, അല്ലേ? അപ്പൊ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ അവിടെ പരിമിതമായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ, വ്യത്യസ്തരായ വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതല്ലാതെ എനിക്ക് വേറെ ആരോടും ഇടപഴകണ്ട, എനിക്ക് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങൾ പരിമിതപ്പെട്ടു പോകും. അനുഭവങ്ങൾ പരിമിതപ്പെട്ടു പോയാൽ അറിവുകൾ പരിമിതപ്പെട്ടു പോകും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഈ ഗ്രൂപ്പ് മാത്രം എടുത്തോളൂ. ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറെ അറിവുകളുണ്ട്. ഈ അറിവുകൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. ആ പൂർണ്ണതയാണ് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക്, അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളെ പരിവർത്തനത്തിന് വിധേയമാക്കുന്നത്. അല്ലാതെ ഇവിടെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുന്നു, നാളെ നേടിക്കൊണ്ടേയിരിക്കുന്നു, മറ്റന്നാൾ നേടിക്കൊണ്ടേയിരിക്കുന്നു. അത് ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നമുക്ക് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ നേടിയ അറിവുകൾ കൊണ്ട് എന്താണ് അർത്ഥം? എന്താണ് അതിൻ്റെ പ്രയോജനം വരുന്നത്? അവിടെയാണ് ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ പ്രാധാന്യം. നമ്മൾ പറഞ്ഞു വരുന്നത് പ്രപഞ്ചം പരിവർത്തനത്തിന് വിധേയമാകുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോ ഈ സാംസങ് എന്ന് പറയുന്ന സാംസങ് എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാ പരിവർത്തനത്തിന് വിധേയമാക്കിയത്? അവർ കുറേ ഫോണുകൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് അയച്ചു. അത് വ്യത്യസ്തരായ വ്യക്തികളോടൊപ്പം നിലനിന്നു, അവരുപയോഗിച്ചു. അവിടെ നിന്നാണ് ന്യൂനതകളെ കണ്ടെത്തി പരിവർത്തനത്തിന് വിധേയമാക്കിയത്. അതല്ലാതെ ഈ കമ്പനി കുറേ നല്ല ഫോണുകൾ ഉണ്ടാക്കി അവരുടെ തന്നെ സ്റ്റോറുകളിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരേ വിധത്തിലുള്ള വ്യക്തികൾക്ക് മാത്രം, അധ്യാപകർക്ക് മാത്രമേ ഞാൻ ഈ ഫോൺ കൊടുക്കുന്നുള്ളൂ, ഞങ്ങൾ ഈ ഫോൺ കൊടുക്കുന്നുള്ളൂ, എന്താ സംഭവിക്കുക? ചിലപ്പോൾ ഒരൊറ്റ അപ്ഡേഷൻ മതിയാകും, പിന്നെ അപ്ഡേഷന് വേണ്ടി വരില്ല, അല്ലേ? അപ്പൊ അതുപോലെ പ്രപഞ്ചം അതിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മളെപ്പോലെയുള്ള കുറേ വ്യക്തികളെ ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറക്കിയിരിക്കുന്നതാണ്. സാംസങ് എങ്ങനെയാണോ ഫോണുകൾ പുറത്തേക്ക് വിട്ടത്, മാർക്കറ്റിലേക്ക് അയച്ചത്, അതുപോലെ പ്രപഞ്ചം നമ്മളെപ്പോലെയുള്ള കുറേ വ്യക്തികളെ ആ പ്രപഞ്ചത്തിന്റെ പ്രതിനിധികളായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, വ്യത്യസ്തരായ വ്യക്തികളോടൊപ്പം ഇങ്ങനെ ചിലവഴിക്കും. അവിടെ നിന്ന് കിട്ടുന്ന
അറിവുകൾ, ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആർജിക്കുന്ന അറിവുകൾ ഈ പറയുന്ന പ്രപഞ്ചബോധം അല്ലെങ്കിൽ കോസ്മിക് കോൺഷ്യസ്, നമുക്ക് ബോധമുണ്ട്, ഉപബോധമുണ്ട്, അബോധമുണ്ട്, പ്രപഞ്ചബോധവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുവിരിക്കുന്നുണ്ട്. ഒരു ചെറിയതായിട്ട് ഒന്നുകൂടി വിശദീകരണം തരാം. നമ്മുടെ ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോൺഷ്യസ് മൈൻഡ്. ഉപബോധം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് പൊതുവായിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിൻ്റെ അടുത്ത തലമുണ്ട് അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്. അബോധ മനസ്സ് എന്ന് പറയാം. ഇതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റ് മെമ്മറീസ്, ഇത് നമ്മളിപ്പോൾ കാണുന്നു, കേൾക്കുന്നു, ഇപ്പം മനസ്സിലാക്കിയ കാര്യത്തെ മുൻനിർത്തി സംസാരിക്കുന്നു, ഇതിനെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട ഓർമ്മകളും അറിവുകളും ഒക്കെ ചേർന്നുള്ള ഭാഗം, അതിന് നമുക്ക് ഉപബോധ മനസ്സെന്ന് പറയാം. അബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോകുന്നത് മുതൽ, അവിടെ നിന്ന് പുറപ്പെട്ടത് മുതൽ ഉള്ള അറിവുകളാണ് അവിടെ ഉള്ളത്. അതായത് നമ്മുടെ പൂർവ്വജന്മ സ്മൃതികളാണുള്ളത്. ഈ പൂർവ്വജന്മ സ്മൃതികളായതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അങ്ങനെ കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ അറിവുകൾ ഇപ്പൊ നമ്മുടെ ബോധതലത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഭൗതിക ജീവിതത്തിന്, ഒരു ശരാശരി മനുഷ്യന്റെ, ശരാശരി വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിന് ചില വിഘാതങ്ങൾ, ചില തടസ്സങ്ങൾ വരാം. മാത്രമല്ല നമ്മുടെ ഉപബോധത്തിലെ അറിവുകൾ പോലും അവിടെ ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു വ്യക്തി നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറി, അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യം തോന്നി അല്ലെങ്കിൽ സങ്കടം തോന്നി, നമ്മൾ പിന്നെ അടുത്ത ദിവസം അദ്ദേഹത്തോട് സംസാരിക്കുന്ന, അദ്ദേഹത്തോട് മിണ്ടുന്നില്ല, അദ്ദേഹത്തെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ പോകും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ബോധത്തിൽ അദ്ദേഹം നമ്മൾ ഉണ്ടാക്കിയ വേദനയിൽ സാവധാനം കുറവ് വരും. ആ ഓർമ്മകൾ മെല്ലെ മങ്ങിത്തുടങ്ങും, മെല്ലെ 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 അടിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് ചിരിക്കാൻ തുടങ്ങും, പിന്നെ ചെറുതായിട്ടൊന്ന് ലോഹ്യം ചോദിക്കാൻ തുടങ്ങും, പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങും. അദ്ദേഹം നമ്മളിൽ ഉണ്ടാക്കിയ വേദനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ, നമ്മളിൽ ഉണ്ടാക്കിയ വേദനകളൊക്കെ അവിടെ നിന്ന് നീങ്ങുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി അടുത്ത്, കുറച്ചും കൂടി ഹൃദയം തുറന്ന് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനും ഇടപഴകാനും എല്ലാം സാധിക്കും. ഇത് സാധാരണഗതിയിലുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പൂർവ്വജന്മത്തിലെ ഓർമ്മകളെല്ലാം ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാലോ ഭൗതിക ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരാളെ കാണുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്, ഓ, ഇയാൾ എന്നെ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ജന്മത്തിൽ എനിക്കിട്ട് പണി തന്നയാളാണ്, അതുകൊണ്ട് ഒരല്പം ഒന്ന് മാറ്റി നിർത്തണം എന്ന് വിചാരിക്കും. ഇങ്ങനെ മാറ്റി നിർത്താൻ തുടങ്ങിയാൽ നമ്മൾ എത്ര പേരെ മാറ്റി നിർത്തും? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു, കഴിഞ്ഞ ജന്മം വിട്ടേക്ക്, ഈ ജന്മത്തിൽ എടുത്ത് നോക്കൂ. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽ, നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ ആരോടെല്ലാം പിണങ്ങിയിട്ടുണ്ട്, ആരോടെല്ലാം വഴക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൽ മെജോറിറ്റിയും നമ്മൾക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ സങ്കടവുമില്ല. ചിലരെങ്കിലും വളരെ അടുത്ത സുഹൃത്തുക്കൾ ആയിട്ട് ഇപ്പോൾ തുടരുന്നുമുണ്ടാകും. അതിന് കാരണം ഈ ഓർമ്മകളെ ക്രമീകരിക്കാനുള്ള ഒരു ശേഷി അവിടെ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെയും നമ്മൾ ഓരോരോ ജന്മങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്തും അവിടെ ചില അനുഭവങ്ങളിലൂടെ ചിലതെല്ലാം പഠിക്കുന്നുണ്ട്, ചില വ്യക്തികളിലൂടെ നമ്മൾ ചിലതെല്ലാം അറിയുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ ഒക്കെ നമ്മൾ ചിലതെല്ലാം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ചില അറിവുകളും ചില അനുഭവങ്ങളും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു യാത്രയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ജന്മത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് മാത്രം ഈ പറയുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളണമെന്നില്ല. ചില അനുഭവങ്ങളുടെ ബാക്കി, ചില അറിവുകൾ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള അനുഭവങ്ങളുടെ ബാക്കി ഒരു ജന്മത്തിലുള്ളത് ചിലപ്പോൾ അടുത്ത ജന്മത്തിലേക്കും വരാം. നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം 2025 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തികളും അവിടെ പൂർത്തീകരിച്ചോ? ഓ, ഇല്ല. അതിൻ്റെ തുടർച്ച നമ്മൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറേ ആളുകളോട് സംസാരിച്ച് വെച്ചിട്ടുണ്ടാകും. അത് തുടങ്ങിയത് ഇപ്പോഴായിരിക്കും. അത് ഈ 2024 തുടങ്ങിയപ്പോൾ 2025 നിങ്ങൾ സംസാരിച്ച് ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെച്ച് എല്ലാവരും നിങ്ങളോടൊപ്പം ഇല്ല. അതിൽ കുറച്ച് പേരെയാണ് ഇപ്പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് പേര് ചിലപ്പോൾ ഇപ്പോൾ വിദേശത്തായിരിക്കും. അവർ ചിലപ്പോൾ 2027 തിരികെ വരുമ്പോൾ നിങ്ങളോടൊപ്പം ചേരും. ഇങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
ഒന്ന്. പിന്നെ വേദനകളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പ്രപഞ്ചത്തിന്റെ കാഴ്ചപ്പാടിൽ ശരിക്കും ഈ വേദനകളെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അത് ഭൗതിക തലത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്കതിനെ വേദന എന്ന് തോന്നുന്നത്. ആത്മീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീയതയുടെ വിധത്തിൽ നിന്ന്, രീതിയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ വേദനകൾ പോലും നമുക്ക് അറിവുകളാണ് തരുന്നത്. വേദന നിറഞ്ഞ അനുഭവങ്ങൾ പോലും നമ്മളെ ആത്യന്തികമായിട്ട് നോക്കിയാൽ അറിവുകളിലേക്കാണ് നയിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം, ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ LP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില അധ്യാപകര് നമ്മളെ ശിക്ഷിച്ചിരുന്നു. അവർ ചെവിക്ക് പിടിച്ചിരുന്നു, അവർ വഴക്ക് പറഞ്ഞിരുന്നു, അവർ ചിലപ്പോൾ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പണിഷ്മെന്റുകൾ, ശിക്ഷകൾ നമുക്ക് തന്നിരുന്നു. ആ സമയത്ത് ആ 4 വയസ്സുകാരൻ, 5 വയസ്സുകാരൻ, 6 വയസ്സുകാരൻ, അല്ലെങ്കിൽ 10 വയസ്സുകാരൻ ആ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത, താങ്ങാനാകാത്ത വേദനയായിരുന്നു. ചിലപ്പോൾ അധ്യാപകരോടും അവരുടെ ആ പ്രവൃത്തികളോടും നമുക്ക് വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ടാകും, അല്ലേ? പക്ഷെ ഇന്ന് ഈ ഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ അധ്യാപകരോട് നമുക്ക് വിഷമമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അന്ന് നമ്മളെ ശിക്ഷിച്ച ഒരു അധ്യാപകനെ ഇന്ന് നിങ്ങൾ വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ അന്നുണ്ടായ വേദന ഇന്ന് അദ്ദേഹത്തോടുണ്ടാവുമോ? സാധാരണഗതിയിൽ സാധ്യതയില്ല. കാരണം ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്തുകൊണ്ട് ആ അധ്യാപകൻ അന്ന് ആ വിധത്തിൽ നമ്മളോട് പെരുമാറി എന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ആ പ്രത്യേക ആക്ഷനിലൂടെ, അതായത് പ്രത്യേക പ്രവൃത്തിയിലൂടെ ആത്യന്തികമായിട്ട് നമ്മളിൽ എന്താണ് സംഭവിച്ചത്? ചിലപ്പോൾ നമ്മൾ കണക്ക് പഠിക്കാൻ കാരണം ആ അധ്യാപകനായിരിക്കും. ചിലപ്പോൾ ഒരു വിഷയത്തിന് ജയിക്കാൻ കാരണം ആ അധ്യാപകനായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു തെറ്റ് തിരുത്തപ്പെടാൻ കാരണം ആ അധ്യാപകനായിരിക്കും. ഇന്ന് നമുക്ക് അവരോട് നിറഞ്ഞ നന്ദിയും സ്നേഹവും മാത്രമാണുള്ളത്. എങ്ങനെ അത് സംഭവിച്ചു? അന്നുണ്ടായ വേദന എങ്ങനെ ഇപ്പോൾ മറ്റൊരവസ്ഥയിലേക്ക്, നന്ദിയിലേക്കും സ്നേഹത്തിലേക്കും മാറി? നമ്മൾ ആർജിച്ച അറിവുകൾ, ആ അറിവുകളിലൂടെ നമ്മൾ ആർജിച്ച യാഥാർത്ഥ്യ ബോധം, അല്ലേ? പണ്ട് അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ വഴക്ക് പറഞ്ഞിരുന്നു, പണിഷ്മെന്റ് തന്നിരുന്നു, അന്ന് വല്ലാതെ വേദന തോന്നിയിരുന്നു. ഇന്ന് നിങ്ങളുടെ മക്കളോട് ചെയ്യുന്നതും അത് തന്നെയല്ലേ? ഉം? എന്തിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. പക്ഷേ ഇന്നത്തെ ഭൗതിക ജീവിതത്തിന്റെ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, പരിമിതമായ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പലതും വേദനകൾ മാത്രമായിട്ടാണ് അവിടെ അവശേഷിക്കുന്നതും അനുഭവപ്പെടുന്നതും. അതിന് കാരണം അറിവുകളുടെ പരിമിതി തന്നെയാണ്. ഏതൊരു വേദനയെയും മറികടക്കുന്നതിന് നമുക്ക് സാധ്യമാവുന്നത് ശരിയായ വിധത്തിൽ അതിനെ റിയലൈസ് ചെയ്യുന്ന സമയത്താണ്. അതായത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും സാധിക്കുന്ന സമയത്താണ്. അതിലേക്ക് നയിക്കുന്നത് അറിവുകളാണ്. ആ അറിവുകൾ ഓരോ ജന്മം കഴിയുന്തോറും നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വർദ്ധിച്ച് വരും. അതുപോലെ തന്നെ ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അന്വേഷിക്കാറുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളുടെ, കർമ്മങ്ങളുടെ ഫലം ഞാൻ എന്തിന് ഈ ജന്മത്തിൽ അനുഭവിക്കണം? അതൊന്നും എൻ്റെ ഓർമ്മയിലില്ലല്ലോ. പിന്നെ എന്തിന് ഞാൻ ഇപ്പൊ അനുഭവിക്കണം? അത് അപ്പോഴല്ലേ അനുഭവിക്കേണ്ടിയിരുന്നത്, ഇപ്പൊ അനുഭവിച്ചിട്ട് എന്താ കാര്യം? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾ 2025 ഒരു ചുവന്ന ഷർട്ട് ഇട്ടിട്ട് ഒരാളോട് കുറച്ച് പണം കടം വാങ്ങിയെന്നിരിക്കട്ടെ. ഇന്നിപ്പോ 2026 നിങ്ങൾ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് നിങ്ങളൊരു പച്ച ഷർട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോഴും ഈ പണം തിരികെ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അതോ നിങ്ങൾ വിചാരിക്കോ, അത് കഴിഞ്ഞ വർഷമല്ലേ, ഞാൻ വെള്ള ഷർട്ട് അല്ല ചുവന്ന ഷർട്ട് ഇട്ടിരുന്ന സമയത്തല്ലേ, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന മറ്റൊരു ഷർട്ടാണല്ലോ, ഇപ്പൊ എന്തിന് ഞാൻ ഇതിന് മടക്കി കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കോ? നമുക്കറിയാം, ഷർട്ട്, വസ്ത്രം മാത്രമാണ് മാറിയത്. ഇതിനുള്ളിലെ ഞാൻ, കടം വാങ്ങിയ വ്യക്തി, കടം തന്ന വ്യക്തി അയാളും, കടം വാങ്ങിയ വ്യക്തി ഞാനും തന്നെയാണ്. അതുകൊണ്ട് അത് കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ശരീരം മറ്റൊന്നായിരുന്നു, എൻ്റെ മുൻപത്തെ ജന്മത്തിൽ ശരീരം മറ്റൊന്നായിരുന്നു. പക്ഷെ അതിനുള്ളിൽ നിലനിന്നിരുന്ന ബോധം അന്നും ഇന്നും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് മടക്കി കൊടുക്കേണ്ട, ആ കർമ്മയെ പൂർത്തീകരിക്കേണ്ട ബാധ്യതയും നമുക്ക് തന്നെയുണ്ട്. ഇനി നേരത്തെ പറഞ്ഞില്ലേ,
ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുപോലെ ചില അനുഭവങ്ങൾ നമുക്ക് ഭൗതിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വേദനകൾ സമ്മാനിക്കും എന്നെല്ലാം പറഞ്ഞില്ലേ? നമ്മൾ എന്തിനാണ് ശരിക്കും ഇങ്ങനെ വ്യത്യസ്ത ലോ ഓഫ് അട്രാക്ഷനും മെഡിറ്റേഷനും അടക്കമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളെ തേടുന്നത്? ഈ മാർഗങ്ങളെ തേടുന്നത് നമ്മുടെ വേദനകളെ, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലേ? മെജോറിറ്റിയും ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നത് എന്തിനാ? നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതിനപ്പുറം അതിനെ റിയലൈസ് ചെയ്യാൻ സാധിച്ചാൽ, ഒന്ന്. രണ്ട്, ആ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനും തിരിച്ചറിയാനും സാധിച്ചാൽ നമുക്ക് ആ പ്രശ്നങ്ങളിൽ പോകാതെ തന്നെ, ആ അനുഭവങ്ങളെ ഭൗതികമായിട്ട് അനുഭവിക്കാതെ തന്നെ അതിനെ തരണം ചെയ്യാൻ സാധിക്കും. എൻ്റെ പോയിന്റ് മനസ്സിലായോ? നിങ്ങൾ സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികളെ മാത്രം, അല്ലെങ്കിൽ പഠനത്തിൽ മോശമായിരിക്കുന്ന ചില കുട്ടികളെ മാത്രം അധ്യാപകർ തിരഞ്ഞുപിടിച്ച് അവർക്ക് ചില പ്രത്യേക ആക്ടിവിറ്റീസ് കൊടുക്കും. അത് നോർമലി ചിലപ്പോൾ 4 മണിക്ക് ക്ലാസ് വിടും, പക്ഷെ ഇവരോട് പറയും, ഇങ്ങനെ ഒരു 10 പേരോട് പറയും, നിങ്ങളിവിടെ ഇരിക്കണം, നിങ്ങളിവിടെ ഇരുന്ന് ഈ കണക്കുകളൊക്കെ ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ അവരോട് രാവിലെ 1 മണിക്കൂർ നേരത്തെ വരാൻ പറയും. അല്ലെങ്കിൽ കുറേ എക്സസൈസുകൾ അവർക്ക് കൊടുത്തിട്ട് ഇത് നാളെ വരുമ്പോൾ ചെയ്ത് കൊണ്ടുവരാൻ പറയും. അപ്പൊ ചിലപ്പോൾ ആ കുട്ടികൾ ചോദിക്കും, അല്ലെങ്കിൽ അവർ മനസ്സിലെങ്കിലും കരുതും, ഇവർക്കൊന്നും ഇത് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് മാത്രം തന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത്? അവർക്കിത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവരത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് തന്നാലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സമയം കൂടുതൽ ഇവിടെ ഇരുന്നാലേ നിങ്ങളിത് പഠിക്കൂ, നിങ്ങൾ അവരോടൊപ്പം എത്തൂ, അതുകൊണ്ടാണ് തരുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഈ പറയുന്ന 10 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാനുള്ള സമയമാണ്, അവർക്ക് അല്ലെങ്കിൽ ഉറങ്ങാനുള്ള സമയമാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സന്തോഷകരമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികതലത്തിൽ സന്തോഷം അനുഭവിക്കേണ്ട സമയമാണ്. ആ സമയമാണ് അവരിവിടെ കുത്തിയിരുന്ന് പഠിക്കുന്നതും എഴുതുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ എക്സ്ട്രാ ടൈം, എക്സ്ട്രാ അനുഭവങ്ങളിലൂടെ കടന്നു പോകാതിരിക്കണമെങ്കിൽ, ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആർജിക്കേണ്ട അറിവുകൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ തന്നെ ആർജിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ കുറേ ഭൗതിക അനുഭവങ്ങളിൽ നിന്ന്, നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് കുറേ വേദനകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ പറയൂ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ എവിടെയൊക്കെ സംശയങ്ങളുണ്ട് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന് പറയാമോ ആരെങ്കിലും? ആരെങ്കിലും ഒക്കെ പോയിന്റ് ഒന്ന് explain ചെയ്യാമോ? മനസ്സിലാകുന്നുണ്ട് സാറേ. മനസ്സിലാകുന്നുണ്ട്. അഗസ്റ്റിൻ ആന്റണി സാർ എന്താ പറഞ്ഞു വന്നത്? ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശരി. പറയൂ, ഏത് പോയിന്റ് ആണ് വേണ്ടതെന്ന് പറയൂ. നമ്മള് കഴിഞ്ഞ ജന്മത്തില് ചില കാര്യങ്ങൾ ഈ ജന്മത്തില് എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചാണോ? അതെ. ശരി, അതിലേക്ക് ഞാൻ വരാം, അതിലേക്ക് വരാം. തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, അതിലേക്ക് വരാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്, വരാം. രണ്ട്, ഈ പറയുന്ന അറിവുകൾ ആർജിക്കുന്നതിലൂടെ അനുഭവങ്ങളിൽ എങ്ങനെ ലഘൂകരണം സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? പറയൂ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നമുക്ക് വരുന്ന ചില വേദനകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങള് ഇന്ന കൊണ്ടാണ് എന്ന് നമുക്ക് മുൻകൂട്ടി അത് കഴിഞ്ഞാല് അത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, അതെനിക്ക് വരേണ്ടതാണ് എന്നുള്ളൊരു റിയലൈസേഷൻ കിട്ടും എന്നതല്ലേ? അത് മാത്രമല്ല, ഒരു അനുഭവത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ട അറിവ് അല്ലാതെ തന്നെ നമ്മൾ സ്വായത്തമാക്കിയാൽ, നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ ആ അനുഭവത്തിനെ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലായോ? ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ നമ്മൾ ശാരീരികമായോ മാനസികമായോ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതിനാനുപാതികമായിട്ടുള്ള ഒരു വേദന നമുക്കും ഉണ്ടാകും എന്ന് അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പോയിട്ട് മറ്റേയാളെ വേദനിക്കും, അതിനുചിതമായിട്ടുള്ള
ഒരു അവസ്ഥ, ഒരു സാഹചര്യം, ഒരു അനുഭവം ഈ രണ്ടാമത്തെ വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ കയ്യോ കാലോ ഒടിഞ്ഞ് ഇങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോകേണ്ടതുണ്ടാകും. അപ്പം മനസ്സിലാവും, ഓ പണ്ട് ഞാൻ അയാളെ വേദനിപ്പിച്ചില്ലേ, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് അയാൾക്ക് മനസ്സിലാവും. അതല്ല, അയാൾ ഇതുപോലൊരു ക്ലാസ്സിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുകയാണ്, ഞാനായിട്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അയാളെ വേദനിപ്പിക്കുന്നില്ല എന്ന് കരുതി മാറി നിൽക്കുകയാണ്. അപ്പൊ ഈ കാലൊടിഞ്ഞു വേണ്ട ആവശ്യം ഇയാൾക്ക് വരുമോ? ആ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ടാകുമോ? മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഇല്ല ഇല്ല പിടികിട്ടുന്നുണ്ടോ? ഇല്ല. ഉവ്വ്. അപ്പോ ആത്മീയമായിട്ടുള്ള അറിവുകള് ഭൗതികമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചിലതിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയേ മതിയാകൂ. ചിലതിലൂടെ എല്ലാം കടന്നുപോയേ മതിയാകും. അത് നമ്മുടേതായ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, എവിടെയോ ബാക്കി വെച്ച ചിലതിലൂടെയെല്ലാം കടന്നു പോകുന്നതിന്, എവിടെയെന്ന് പറഞ്ഞാൽ ഏതോ ജന്മങ്ങളിൽ ബാക്കി വെച്ച ചിലതിലൂടെയെല്ലാം കടന്നു പോകുന്നതിനും, അതുപോലെ നമ്മളോടൊപ്പമുള്ള ചില വ്യക്തികളുടെ അപ്ഡേഷനും വേണ്ടിയിട്ട്, അതായത് അവരെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് കാരണമായി മാറേണ്ടത് ചിലപ്പോൾ നമ്മളായിരിക്കും. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു അധ്യാപകൻ കുറേ ദൂരം യാത്ര ചെയ്ത് സ്കൂളിലെത്തുന്നു. അത് അദ്ദേഹത്തിന് പഠിക്കാനല്ല, കൂടെയുള്ളവരെ പഠിപ്പിക്കാനാണ്. ചിലപ്പോൾ കുറച്ച് നേരത്തെ ഉണർന്നിട്ട് അദ്ദേഹത്തിന് വരേണ്ടി വരുന്നു. ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ചിലവഴിക്കേണ്ട കുറച്ച് കൂടുതൽ സമയം, ആ സമയം മാറ്റി വെച്ചിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം ചിലവഴിക്കേണ്ട സമയം മാറ്റി വെച്ചിട്ട് നമ്മളോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം ചിലവഴിക്കേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിന് പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു നിമിത്തമായിട്ട് മാത്രമാണ് അവിടെ അധ്യാപകൻ മാറുന്നത്. പക്ഷെ അതിന് ഉചിതമായിട്ടുള്ള പരിവർത്തനവും അതുപോലെ തന്നെ അതിനുള്ള റെമ്യൂണറേഷനും, നമ്മളെ ഭൗതിക തലത്തിൽ നോക്കുക ശമ്പളം, പണം കിട്ടും. പക്ഷെ ആത്മീയ തലത്തിൽ അത് മറ്റു വിധത്തിലായിരിക്കും കിട്ടുക. കുറച്ചുകൂടി ഒരു പരിവർത്തനമായിരിക്കും അദ്ദേഹത്തിൽ സംഭവിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. ഇനി ആന്റണി സാർ ചോദിച്ച കാര്യം ഒന്നുകൂടി എന്നോട് ചോദിക്കാമോ? പറയൂ. പോയിന്റ് മനസ്സിലായി. പോയിന്റ് ഇപ്പൊ മനസ്സിലായി സാർ പറഞ്ഞപ്പോ. ശരി, വിശദീകരണം ഇനി വേണ്ടതുണ്ടോ? എന്നാലും സാറേ, ചില പ്രതിസന്ധികള് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കും. പക്ഷെ പഴയ ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പോയിട്ടുണ്ട്. ശരി ശരി. അപ്പൊ ഈ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്ത് കയറി വരുന്നത്? അത് എങ്ങനെയാണെന്നാണോ എന്തിനാണെന്നാണോ? ആ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ? സോറി, ക്ലിയർ ആവുന്നില്ല. ചില സമയങ്ങളിൽ ചില പ്രതിസന്ധികൾ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതെ അതെ. അത് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ടെൻഷൻ വരുന്നുണ്ട്. പക്ഷെ പഴയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ വരികയും നമ്മളെ വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുമ്പിലുള്ള ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചില ഇഷ്യൂസ്, അത് നമ്മൾ പ്രതീക്ഷിക്കണം, അത് ഇന്ന പോലെ ആയിത്തീരുമോ എന്നുള്ള ടെൻഷനാണ്. അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? ഈ ലോ ഓഫ് അട്രാക്ഷന്റെ തന്നെ ഉപയോഗിക്കുക അല്ലേ? പറഞ്ഞുതരാം. ഈ പ്രതിസന്ധികൾ, ഇതിനു മുൻപ് വന്ന പ്രതിസന്ധികള് വാസ്തവത്തിൽ നമുക്ക് തന്നുപോയ, നമ്മളിൽ അവശേഷിപ്പിച്ചു പോയത് ചില അറിവുകളാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഒന്ന്, എന്തുകൊണ്ടതുണ്ടായി; രണ്ട്, അതിനെ എങ്ങനെ എനിക്ക് പരിഹരിക്കാൻ പറ്റി എന്നുള്ളത്; മൂന്ന്, അത് പരിഹരിച്ചതിലൂടെ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോവിഡ് വന്ന സമയത്ത്, കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു മഹാപ്രതിസന്ധി തന്നെയായിരുന്നു പലരെയും സംബന്ധിച്ചിടത്തോളം, അല്ലെ? സ്ട്രക്കായിപ്പോയി. 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം ലോകം തന്നെ സ്ട്രക്കായിപ്പോയി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോവിഡിന് മുൻപും ഇപ്പോഴും നമ്മളിൽ വന്ന ഒരു പരിവർത്തനം. നമ്മൾ എപ്പോഴാണ് ഇത്രമാത്രം ഡിജിറ്റൽ ആകാൻ പറ്റിയത്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കോവിഡിന് മുമ്പ് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി വന്നപ്പോൾ അന്നുണ്ടായ പല പരിമിതികളെയും തരണം ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയ മാർഗങ്ങളാണ് ഇതൊക്കെ.
പക്ഷെ അത് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിയില്ലേ? അതുപോലെ ഡിജിറ്റൽ മണി ഒന്ന് ആലോചിച്ച് നോക്ക്. മുമ്പ് ATMന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കണം, ഈ പൈസ പേഴ്സിലിട്ടുകൊണ്ട് പോയാൽ ആരെങ്കിലും പോക്കറ്റ് അടിച്ച് പോകുമെന്ന് വിചാരിക്കണം, ഇതിനെ എണ്ണി കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തെറ്റിപ്പോകുമെന്ന് കരുതണം. പക്ഷെ ഇന്നോ ഡിജിറ്റൽ മണി എത്ര സൗകര്യമാണ്. ചില്ലറ ഇല്ലാത്തതിന്റെ പേരിൽ പ്രശ്നമില്ല, ഈ നോട്ട് എടുക്കില്ല എന്ന് പറയുന്നതിന്റെ പേരിൽ പ്രശ്നമില്ല, ഒക്കെ ഇതിനൊരു പരിഹാരം വന്നില്ലേ? ഇതുപോലെ എന്തെല്ലാം മേഖലകളിൽ എത്ര എത്ര പുതിയ സംരംഭങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളിലോ ഡിജിറ്റൽ ആശയങ്ങളിലൂടെ പുതുതെല്ലാം വന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ആ 1.5 വർഷം പോയത് ഇപ്പോ ആലോചിക്കുമ്പോൾ അത് നഷ്ടമായിരുന്നോ? ഇല്ല. ഒന്ന് ഇത് ടെക്നോളജിന്റെ കാര്യത്തില്. ഇനി മറ്റുള്ള കാര്യത്തില് നമ്മുടെ ചുറ്റുപാടുകളിൽ വന്ന മറ്റ് പരിവർത്തനങ്ങൾ, ഒന്ന് ക്ലീൻ ആയത്, പ്രകൃതി മുഴുവനൊന്ന് ക്ലീൻ ആയത്, പൊല്യൂഷൻ കുറഞ്ഞത്, മൊത്തത്തിലൊരു ശുദ്ധീകരണം സംഭവിച്ചത്, ഇങ്ങനെ തുടങ്ങി മറ്റൊരു സംഗതി. അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് നേടിയ പ്രത്യേകമായിട്ടുള്ള മറ്ററിവുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ആ പ്രതിസന്ധി പോലും, നമ്മൾ കരുതിയ ആ പ്രതിസന്ധി പോലും നമ്മളുടെ പരിവർത്തനത്തിന്റെ വലിയൊരു ചവിട്ടുപടി തന്നെ ആയിരുന്നില്ലേ? ശരിയല്ലേ? ആന്റണി സാറിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അന്ന് എന്താ വിചാരിച്ചത്? അതിനെ വളരെ കഷ്ടത്തോടു കൂടി എങ്ങനെയാ നമ്മൾ അന്ന് കോവിഡിനെ നോക്കിക്കണ്ടത്? പക്ഷെ ഇന്നോ തിരിച്ചറിയുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഇതൊക്കെ റിയലൈസ് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അങ്ങനെ തന്നെയായിരിക്കും കോവിഡിനെ നോക്കിക്കാണുന്നത്. പക്ഷെ റിയലൈസ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല അധ്യാപകനായിരുന്നു, ഒരു ഗംഭീര അധ്യാപകനായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ശരി ശരി. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും അതൊരു പക്ഷെ വേദനകളാണ് നമുക്ക് തരുന്നത് എങ്കിൽ പോലും അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നമ്മളിൽ അറിവുകൾ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ്. രണ്ട്, പൂർവ്വജന്മങ്ങളിൽ എവിടെയൊക്കെയോ ബാക്കി വെച്ച, എവിടെയൊക്കെയോ തുടങ്ങി പൂർത്തീകരിക്കാതെ നിർത്തിവെച്ച ചിലതിൻ്റെ എല്ലാം പൂർത്തീകരണമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമോ ആണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത ചില വ്യക്തികൾ എവിടെ നിന്ന് എന്ന് പോലും അറിയാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവർ വളരെ ചെറിയ ഒരു കാലഘട്ടം, വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാമായിട്ട് മാറുന്നത്. അന്നോളമുള്ള നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ, അന്നോളമുള്ള നമ്മുടെ ബന്ധുക്കളെക്കാൾ കൂടുതൽ, അന്നോളമുള്ള നമ്മുടെ മറ്റു പരിചയക്കാരെക്കാൾ കൂടുതൽ അവർ നമ്മളോടൊപ്പം വളരെ ചേർന്ന് നിൽക്കുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കരുതും, ഇനി ഒരിക്കലും ഇവരിൽ നിന്നൊരു വേർപാടുണ്ടാവില്ല, ഇവരെ നമ്മൾ പിരിഞ്ഞു പോവില്ല, അത്രമാത്രം ബന്ധം തമ്മിലുണ്ട് എന്നെല്ലാം കരുതും. പക്ഷേ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതിൽ മെജോറിറ്റിയും ഒരു ചെറിയ കാലഘട്ടത്തിന് അപ്പുറം എവിടേക്കെന്ന് പോലും അറിയാതെ നമ്മളെ പിരിഞ്ഞു പോകുന്നത്. ഇപ്പൊ അവരെവിടെയാണെന്ന് നമുക്കറിയില്ല. ഒരു സമയത്ത് നമ്മുടെ എല്ലാം ആയിരുന്നവരാണ്. ഇപ്പൊ അവരെവിടെയാണെന്ന് നമുക്കറിയില്ല, അവരുടെ ഫോൺ നമ്പർ നമുക്കറിയില്ല, അവരുടെ മറ്റ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഏതോ ഒരു ജന്മത്തിൽ തരാനോ വാങ്ങാനോ ബാക്കി വെച്ച എന്തൊക്കെയോ തരാനും വാങ്ങാനുമായിട്ട് അവർ നമ്മളിലേക്ക് വന്നു. അത് നമ്മൾക്ക് തന്നു, നമ്മളിൽ നിന്ന് വാങ്ങി അവർ മടങ്ങിപ്പോയി. ഇനി പുതിയ നിയോഗങ്ങളാണ് അവിടെ, പുതിയ നിയോഗങ്ങൾ. അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ, ഒരു ഫാമിലിയിൽ ഒരു 6 or 7 പേരുണ്ട്, അല്ലെങ്കിൽ ഒരു 10 പേരുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഒരേ അസ്വസ്ഥത, ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയായിരിക്കും ഈ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ചിലപ്പോൾ പറയാറുണ്ട് ശാപം കിട്ടിയ കുടുംബം എന്നൊക്കെ പറയാറുണ്ട്. ശാപം കിട്ടിയതൊന്നുമല്ല. അതെന്താന്ന് പറഞ്ഞാൽ, ഒരേ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട എല്ലാവരെയും അവിടെ കൊണ്ട് സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന്. രണ്ട്,
ഏതോ ഒരു ജന്മത്തിൽ ഈ 10 പേര് ചേർന്നിട്ട് ഒരു പ്രത്യേക കാര്യം ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ ഈ 10 പേരും ഒന്നിച്ചു കൂടിയേ പറ്റൂ, ഒന്നിച്ചിരുന്നേ പറ്റൂ, ഒരേ അനുഭവങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഉയർന്ന ബോധതലങ്ങളെക്കുറിച്ച് പഠിച്ചു, മാസ്റ്റേഴ്സ് ആൻഡ് ഗൈഡ്സിനെ കുറിച്ച് പഠിച്ചു. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് നമ്മുടെ ബോധതലത്തിൽ ഇല്ല. പിന്നെ എങ്ങനെയാ കൃത്യമായിട്ട് ഈ സംയോജനം കണ്ടുമുട്ടുന്നു, സംയോജനം സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞില്ലേ, ഒരേ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടവരെ, ഒരേ ഇടങ്ങളിൽ വരുന്നവര്, യാത്രകൾക്കിടയിൽ കണ്ടുമുട്ടുന്നവര്, യാദർശികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒന്നു ചേരുന്നവര്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കൃത്യമായിട്ട് അവരവിടെ കണ്ടുമുട്ടുന്നത്? ചിലപ്പോൾ ഒരു ബസ്, ഒരു ട്രെയിൻ മിസ്സായി പോകുന്നതിന്റെ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ ഒരു പ്രശ്നത്തില് യാദൃച്ഛികമായിട്ട് വന്ന് പെട്ടുപോയതിന്റെ പേരിലായിരിക്കും ഇവർ രണ്ടുപേര് കണ്ടുമുട്ടിയതും പിന്നെ ചങ്കും കരളുമായിട്ട് മാറിയത്. എങ്ങനെ അവർ യോജിക്കുന്നു? ഇവിടെയാണ് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ആൻഡ് ഗൈഡ്സിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, കഴിഞ്ഞ മാസം മറ്റേ ആൾ എൻ്റെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങി, അപ്പോൾ ഇന്നാണ് തരാമെന്ന് പറഞ്ഞത്, ഇന്ന് അയാളെ പോയി കണ്ട് വാങ്ങണം, രാവിലെ ഒരു 8 മണിക്ക് മുൻപ് പോയാലേ അദ്ദേഹം വീട്ടിലുണ്ടാകുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം 10 മണിക്ക് മുമ്പ് പോയാലേ വീട്ടിലുണ്ടാകുള്ളൂ, അതിനിടയിൽ ഇയാളെ കിട്ടില്ല. ഇതെല്ലാം നമുക്കറിയാം, നമ്മൾ ഈ സമയം കണക്കാക്കി പോകുന്നു. പക്ഷെ പൂർവ്വജന്മത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ സംഗതി നമുക്ക് അറിയില്ല. അയാളെ അങ്ങനെ ഒരു ആളുണ്ടെന്നോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നോ, അദ്ദേഹത്തെ എവിടെ കണ്ടുമുട്ടാമെന്നോ നമുക്കറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിന് അറിയില്ല. പക്ഷേ നമ്മുടെ അബോധത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. 1. 2, ഈ പറയുന്ന മാസ്റ്റേഴ്സും ഗൈഡ്സും പ്രപഞ്ചത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ഉയർന്ന ബോധതലങ്ങൾ, ഇവര് കൃത്യമായിട്ട് നമ്മളെ നിയന്ത്രിക്കും, കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും, തമ്മിൽ കൂട്ടിമുട്ടിച്ചു തരും. 8:10 ട്രെയിനിലാണ് നിങ്ങൾ പോകേണ്ടത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി നിങ്ങളൊരല്പം വൈകിപ്പിച്ചിട്ട് ആ ട്രെയിനിൽ കയറ്റില്ല നിങ്ങളെ. പിന്നെ വരുന്ന 9:40 ട്രെയിനാണ്. 9:40 ട്രെയിനിൽ മറ്റേ ആളും ഉണ്ടാകും. ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ കണ്ടുമുട്ടും. ഇതാ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏകദേശം സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടവര് ജീവിതത്തിന്റെ പലയിടങ്ങളിലായിട്ട് കണ്ടുമുട്ടും. ഇപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പ് എടുത്തു നോക്കൂ. ലോകത്തിലെ കോടാനുകോടി വ്യക്തികള്, കുറെ പേര് കിടന്നുറങ്ങുന്നു, കുറെ പേര് വേറെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ പേര് യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും. അതിന് കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരും ഇതേ അറിവുകളിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഇതേ പരിവർത്തനത്തിന് വിധേയമാകേണ്ടവരാണ്. അപ്പോ ഇതില് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന ഉയർന്ന ബോധതലങ്ങൾക്ക് സ്വാധീനമുണ്ട്. അപ്പൊ ആ സ്വാധീനത്തെ തിരിച്ചറിയുന്നതിന് കൂടിയും വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ, ആദ്യത്തെ ദിവസം തന്നെ ഉയർന്ന ബോധതലങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയതും അവര് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ അറിവുകളെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചതിൻ്റെയും കാരണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ അറിവുകളെ നമുക്ക് എങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താം. അതായത് നമ്മുടെ ഈ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ് എന്നും, ആ പരിവർത്തനത്തിന് വേണ്ടിയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഗുണം? വെറുതെ ഇങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ, നമ്മൾ ഈ പറയുന്നത് പോലെ അതെല്ലാം എഴുതപ്പെട്ടതാണ്, നമ്മുടെ ഭാഗത്ത് നിന്നൊന്നും ചെയ്യാനില്ല എന്ന് കരുതി വെറും സാക്ഷിയായിട്ട് മാത്രം തുടരുന്നതിന് വേണ്ടിയാണോ? അല്ല. ഇതിൽ നമ്മുടേതായിട്ടുള്ള പങ്കുകളുണ്ട്. നമ്മുടേതായിട്ടുള്ള ചില ഇടപെടലുകൾ നമുക്ക് വരുത്താൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, സംഭവിക്കുന്നത് പോലെ വിട്ടുപോട്ടെ എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഈ തിരിച്ചറിവ് തന്നെയാണ്. അതായത് പ്രപഞ്ചത്തിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുമുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ ഇടങ്ങളിൽ വേണ്ടത്. അതായത് ഇവിടെ ആദ്യമായിട്ട് വേണ്ടത് ആന്റണി സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത്
ആദ്യം തിരിച്ചറിയുക, ഒന്ന് തിരിച്ചറിയുക, ഇത് എൻ്റെ ജീവിതത്തിൽ എന്തോ പഠിപ്പിക്കാൻ, എന്നെ അറിയിക്കാൻ, എനിക്ക് അറിവ് തരാൻ ഉണ്ടായ ഒരു സാഹചര്യം മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഒന്ന്, ആ സമയത്ത് നിങ്ങളോടൊപ്പമുള്ള വ്യക്തികൾ, ചിലപ്പോൾ അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാകാം, നിങ്ങളെ എതിർക്കുന്ന ഒരു വ്യക്തിയാകാം, നിങ്ങൾക്ക് പണി തരാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങൾ തിരിച്ചറിയുക, ഇദ്ദേഹം എന്നെ എന്തോ ഒന്ന് പഠിപ്പിക്കാൻ വന്നതാണ്, ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ എന്തോ അറിയേണ്ടതുണ്ട്. ഈ തിരിച്ചറിവുകൾ വേണം. മറ്റൊന്ന്, അതിനെ അറിയാനും പഠിക്കാനും അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലാതെ അയാളോട് വെറുതെ വഴക്കിട്ട് വെറുതെ തല്ലുണ്ടാക്കി സമയം കളയുന്നതിനപ്പുറം അതിനെ എങ്ങനെ പരിഹരിക്കാം, എൻ്റെ ഇന്നോളമുള്ള അറിവുകളും അനുഭവങ്ങളും ഉപയോഗിച്ച് എങ്ങനെ ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒന്ന്, അപ്പൊ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് സ്വാഭാവികമായിട്ടുള്ള ഒരു വെറുപ്പോ ദേഷ്യമോ നമുക്കുണ്ടാവില്ല. ഒരു ചെറിയ സംഗതി ഇപ്പുറത്തുനിന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. രാമായണത്തില് നിങ്ങൾക്ക് അറിയുന്ന 2-3 കഥാപാത്രങ്ങൾ ഞാൻ പറയാം. ഒന്ന് ബാലി, ഒന്ന് സുഗ്രീവൻ, ഒന്ന് ശ്രീരാമൻ. ഇല്ല, ഇവരെ 3 പേരെയും കേട്ടിട്ടുണ്ടോ? ബാലിയും സുഗ്രീവനെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ തമ്മിൽ തെറ്റി യുദ്ധമായി, പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ ദ്വന്ദ്വയുദ്ധമാണ് ചെയ്യുന്നത്. ദ്വന്ദ്വയുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട്. അവിടെ ഒരേ ശക്തിയുള്ളവർ, തുല്യ ശക്തിയുള്ളവരാണ് യുദ്ധം ചെയ്യുന്നത്, തുടങ്ങി കുറേ യുദ്ധ നിയമങ്ങളുണ്ട്. ആയുധം നഷ്ടപ്പെട്ടു പോയ ആളെ ഉപദ്രവിക്കില്ല, ഇങ്ങനെ കുറേയധികം യുദ്ധ നിയമങ്ങളുണ്ട്. ഇതിനിടയിലേക്കാണ് ശ്രീരാമൻ വന്നിട്ട് ഒളിയമ്പെയ്ത് മറഞ്ഞിരുന്ന് അമ്പെയ്തിട്ട് ഈ ബാലിയെ കൊന്നുകളയുന്നത്. കേട്ടിട്ടുണ്ടോ ഇത്? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു. അപ്പൊ ഈ ബാലി മരണപ്പെട്ടതിന് ശേഷം ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര വന്നിട്ട് ശ്രീരാമന്റെ നേർക്ക് നേരെ നിന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അല്ലയോ ശ്രീരാമ, അങ്ങയെ മര്യാദാ പുരുഷോത്തമനായിട്ട് ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് കാണുന്ന വ്യക്തിയാണങ്ങ്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഈ അധർമ്മം പ്രവർത്തിച്ചത്? അധർമ്മങ്ങളിൽ അധർമ്മമായിട്ടുള്ള ഈ പ്രവൃത്തി അങ്ങ് ചെയ്തിരിക്കുന്നത്? ദ്വന്ദ്വയുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളെയും മറികടന്ന് എല്ലാ ധാർമ്മികതയും പിൻകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചിട്ട് അങ്ങ് എന്തിനാണ് എൻ്റെ ഭർത്താവായിട്ടുള്ള ബാലിയെ കൊന്നുകളഞ്ഞത് എന്ന് താര വന്നിട്ട് ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ശ്രീരാമൻ പറയുന്ന ചില മറുപടികളുണ്ട്. ഒന്ന്, ഇത് ത്രേതായുഗമാണ്. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ ബാലി മരണപ്പെടേണ്ട സമയം, ബാലി മരിക്കേണ്ട സമയമാണിത്. ഒന്ന്. 2, ബാലി മരിക്കേണ്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടത് ശ്രീരാമൻ എന്ന എൻ്റെ കൈ കൊണ്ടാണ്. അത് വിധിയുടെ നിയോഗം അങ്ങനെയാണ്, പ്രപഞ്ചം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2. 3, എന്തിന് ഒളിയമ്പെയ്ത് കൊന്നു? അതിന്റെ കാരണം പറയുന്നത്, നേരിട്ടുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ നേരിട്ട് ആയുധം പ്രയോഗിച്ചുകൊണ്ട് കൊല്ലാൻ പറ്റില്ല എന്ന് ബാലിക്ക് വരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വരമുണ്ട്. നേരിട്ട് യുദ്ധം ചെയ്തിട്ട് അല്ലെങ്കിൽ നേരിട്ട് ആയുധം പ്രയോഗിച്ചിട്ട് ഉള്ള ഒരു മരണം ഉണ്ടാകില്ല എന്ന് ബാലിക്ക് വരം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അതുകൊണ്ട് ഒളിയമ്പല്ലാതെ മറഞ്ഞിരുന്ന് കൊല്ലുക അല്ലാതെ വേറെ മാർഗമില്ല. ഇതാണ് 3. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മറഞ്ഞിരുന്ന് ഒളിയമ്പ് ചെയ്തിട്ട് ബാലിയെ കൊന്നുകളഞ്ഞത്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്ത ആ പ്രവൃത്തിക്ക് ന്യായീകരണമാവുന്നില്ല. അത് കർമ്മ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ പൂർത്തീകരണം പറയുകയാണ്, അടുത്ത ജന്മത്തിൽ ഞാൻ കൃഷ്ണനായിട്ട് ജനിക്കും, ബാലി കാട്ടാളനായിട്ട് ജനിക്കും. ആ സമയത്ത് ഇതേ വിധത്തിൽ ബാലി എന്ന് പറയുന്ന കാട്ടാളന്റെ ഒളിയമ്പ് ചെയ്തിട്ട് കൃഷ്ണൻ എന്നുള്ള എനിക്ക് മരണം സംഭവിക്കും എന്ന് താരയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ശ്രീരാമൻ എന്ന് പറയുന്ന ആ ജന്മത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ജനിച്ചു. നിങ്ങൾക്കറിയാം, ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ എത്രയോ കോടാനുകോടി ആയുധങ്ങൾക്കിടയിൽ നിരായുധനായിട്ട് ചിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇതെല്ലാം കഴിഞ്ഞ്, യുദ്ധമെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് കാട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയത്താ
അമ്പ് കൊണ്ട് മരിക്കുന്നത്. അപ്പോൾ ഈ അമ്പേറ്റ് വിലപിക്കുന്ന കൃഷ്ണന്റെ അടുത്തേക്ക് അമ്പെയ്ത കാട്ടാളൻ ഓടി വരുന്നുണ്ട്. അയാൾക്ക് തെറ്റിപ്പോയതാ. ഓടി വരുന്നിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്, എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കാട്ടാളനെ ചേർത്ത് പിടിച്ചിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട. കാരണം കഴിഞ്ഞ ജന്മം കാണിച്ചു കൊടുക്കുകയാണ് ഈ കാട്ടാളന്. കഴിഞ്ഞ ജന്മത്തില് ഇതേ വിധത്തിൽ ഞാൻ മറഞ്ഞു നിന്നിട്ട് നിന്നെ അമ്പെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. അതിന്റെ കർമ്മമാണിത്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു വിടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നാ വേദന ഏറ്റുവാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് റിയലൈസ് ചെയ്തുകൊള്ളുക, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടാകും, ഞാനൊന്ന് പഠിക്കാനുണ്ടാകും, അറിയാനുണ്ടാകും എന്ന് ഒന്ന് റിയലൈസ് ചെയ്തുകൊള്ളുക. ഇനി മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ചതിക്കും, എന്നെ ഒറ്റുകൊടുക്കുമെന്ന് ക്രിസ്തുവിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ക്രിസ്തു അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ല, അല്ലെങ്കിൽ ആ ചതിവിനെ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങളെ തേടിയില്ല. ഒടുവിൽ അത് സംഭവിച്ചു. അത് സംഭവിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ അത് സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവായത്, അല്ലേ? അതല്ലെങ്കിൽ നമ്മളെല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച്, ചിലപ്പോൾ ഒരല്പം മുകളിലേക്ക് പോവുമായിരിക്കും, ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് നമ്മളൊക്കെ മരണപ്പെടുന്നത് പോലെ കട്ടിലിൽ കിടന്ന് അദ്ദേഹം മരിക്കുമായിരുന്നു. അദ്ദേഹത്തെ അറിയില്ല ഒരാളും. ഇത്രയും മഹത്തായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ഒരു പക്ഷേ ലോകത്തില് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ ക്രിസ്തുവാക്കിയത് യൂദാസ. ഇത്രയും വലിയ രാമായണം മുഴുവൻ എഴുതുന്നതിന് കാരണമായത് ആരാന്ന് നിങ്ങൾക്കറിയാമോ? രാമായണം എഴുതുന്നതിന് കാരണമായതെന്ന് നിങ്ങൾക്കറിയാമോ? പറയും ചിലപ്പോൾ രാമൻ, സീത, രാവണൻ, ഇതൊക്കെ പറയുമായിരിക്കും. ഇവരാരുമല്ല. അത് എഴുതുന്നതിന് കാരണമായത് മന്ധരയാണ്. മന്ധര എന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. മന്ധര ആ വിധത്തിൽ അവിടെ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്ക്, ശ്രീരാമന്റെ പട്ടാഭിഷേകം സുഖമായിട്ട് നടക്കും. മറ്റെല്ലാ രാജാക്കന്മാരെ പോലെ ശ്രീരാമനും സുഖമായിട്ട് നാട് ഭരിക്കും 50 100 അതിലധികമോ വർഷം. പിന്നെ അദ്ദേഹം മടങ്ങും. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. മഹാഭാരതം, ഇത്രയും ബൃഹത്തായ മഹാഭാരതം എഴുതുന്നതിന് കാരണം കൃഷ്ണനോ അർജുനനോ ഒന്നുമല്ല, ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, രാമന്റെ പട്ടാഭിഷേകം മടങ്ങിയ സമയത്ത് ആ കൊട്ടാരത്തിലെ സാഹചര്യം, അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ ആത്യന്തികമായിട്ട് അതെവിടെ എത്തി? ആ അനുഭവം എവിടെ എത്തി? ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? അപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എല്ലാത്തിൻ്റെയും മുന്നിൽ പോയി തലകുനിച്ച് നിന്നുകൊള്ളുമെന്നല്ല. പക്ഷെ തിരിച്ചറിയണം, എല്ലാത്തിൻ്റെയും പിന്നില് ചില കാരണങ്ങളുണ്ട് എന്നുള്ളത്, നമുക്കറിയാത്ത ചില കാരണങ്ങളുണ്ട് എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെ തരണം ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഒരാളോട് കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരികെ കൊടുക്കണം, അവർ നമ്മളെ തേടി എത്തും എന്നുള്ളത്. അതുപോലെ നിങ്ങളൊരു കടം കൊടുത്തു കഴിഞ്ഞാൽ അതും തിരികെ എത്തും. കർമ്മ അങ്ങോട്ട് കൊടുത്താലും എത്തും, ഇങ്ങോട്ട് വാങ്ങിയാലും എത്തും. അപ്പൊ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഭൗതിക അനുഭവങ്ങളായിട്ട് തന്നെ, അല്ലെങ്കിൽ ഭൗതിക വേദനകളായിട്ട് തന്നെ നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. അതിനാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്, ഒന്ന്, നിരുപാധികം ക്ഷമിക്കുക. നിരുപാധികം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ, ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിക്കുക, വിട്ടുകൊടുക്കാവുന്നിടത്തോളം വിട്ടുകൊടുക്കുക. അത് വിട്ടുകൊടുത്തില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയും അയാളുടെയും കാര്യത്തിൽ അത് കർമ്മയായിട്ട് അവിടെ നിലനിൽക്കും. ഇതിന് നിങ്ങളെ ഇപ്പൊ അയാൾ വേദനിപ്പിച്ചതുപോലെ തന്നെ തിരിച്ചൊരു സാഹചര്യം സംഭവിക്കേണ്ടതുണ്ടാകും. ആ സാഹചര്യം സംഭവിക്കുന്ന ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ വേറൊരു ജന്മത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇനി വേറൊരു സംഗതിയിലായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും, മറ്റേ ജന്മത്തിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. ഏത്? ഇയാളുടെ ഈ വേദന തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജന്മത്തിലൂടെയും കടന്നു പോകേണ്ടി വരും. ആ ജന്മം എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ,
ചിലപ്പോൾ ഞാൻ ജന്മം എടുക്കുമ്പോൾ അയാൾ എടുത്തിട്ടുണ്ടാവില്ല, അയാൾ ജന്മം എടുക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല, പിന്നെ രണ്ടുപേരും ജന്മം എടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് രണ്ടുപേർക്കും കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതേ സമയം ഞാൻ വിചാരിക്കുകയാണ്, അയാൾ എന്നെ വേദനിപ്പിച്ചു, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിരിക്കുന്നു, പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിരിക്കുന്നു. അതായത് അയാൾക്ക് ഞാൻ ഇത്ര പൈസ കൊടുത്തു, അല്ലെങ്കിൽ അയാൾ ഇത്രയും പൈസ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി, സാരമില്ല, അയാൾ എനിക്ക് തിരിച്ചു തരണ്ട, അയാൾക്ക് ഞാനത് കൊടുത്തു, സന്തോഷമായിട്ട് ഞാൻ കൊടുത്തു, ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെ വരുമ്പോഴോ തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയാളുടെ പിന്നാലെ നടക്കണോ? അയാൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? വേണ്ട, പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചു കൊടുത്തേ പറ്റൂ, തിരിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷെ നമ്മളത് വിട്ടുകളഞ്ഞ സ്ഥിതിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് പ്രപഞ്ചത്തിന്. പ്രാപഞ്ചികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ, ഈ പണം തിരികെ എനിക്ക് തരുന്നതും, ഇപ്പോ ബാങ്കിൽ ഒക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതേ ബ്രാഞ്ചിൽ തന്നെ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേറൊരു ബ്രാഞ്ചിൽ അടച്ചാൽ മതി, അല്ലേ? വേറൊരു വിധത്തിൽ അടച്ചാൽ മതി. ഡിജിറ്റൽ നിങ്ങൾ പണമായിട്ടാണ് വാങ്ങിയതെങ്കിൽ പോലും ഡിജിറ്റൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പല ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഞാനത് വേണ്ടാന്ന് വെച്ചു, ഈ ബ്രാഞ്ച് ക്ലോസ് ചെയ്തു. പക്ഷെ അയാളോ വേറൊരു ബ്രാഞ്ചിൽ അത് അടച്ചേ പറ്റൂ. ഈ ബ്രാഞ്ച് ഞാൻ ക്ലോസ് ചെയ്തു, എനിക്ക് വേണ്ട, വിട്ടു. പക്ഷെ അയാൾ വേറൊരു ബ്രാഞ്ചിൽ അടച്ചേ പറ്റൂ. അതായത് വേറൊരു വ്യക്തിക്ക് അയാൾ അത് കൊടുത്തേ പറ്റൂ. ആ വിധത്തിൽ ഉള്ള ഒരു അനുഭവം അയാൾക്ക് ഉണ്ടായാലേ മതിയാകൂ. അതുകൊണ്ടാണ് നിരുപാധികം ക്ഷമിക്കാൻ പറയുന്നത്, ക്ഷമിച്ചു കൊടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ മാപ്പ് ചോദിക്കുന്നതും. എൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ ഒരാളിൽ വേദന ഉണ്ടാക്കി, അയ്യോ നമ്മുടെ സമയം കഴിഞ്ഞല്ലേ, ക്ഷമിക്കുക, ഒരാളിൽ വേദന ഉണ്ടാക്കി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളോട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ വേദന പരിഹരിക്കുന്നതിന് വേണ്ട സംഗതികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുക. രണ്ട്, ഇനി അത് പറ്റിയില്ല, അതിനൊരു മാർഗമില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക. എന്നോട് പറ്റിപ്പോയി, ക്ഷമിക്കുക, മാപ്പ് ചോദിക്കുക. അത് മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം എന്താ സംഭവിക്കുക? അദ്ദേഹത്തിൻ്റെ നിന്നും അത് പോയി, ആ ഡേറ്റ ഡിലീറ്റ് ആയി, നമ്മളിൽ നിന്നും ആ ഡേറ്റ ഡിലീറ്റ് ആയി. നമ്മൾ പഠിച്ചു, ഇനി ഞാനത് ചെയ്യാൻ പാടില്ല, മനസ്സിലാക്കി. അപ്പോൾ അതിനുചിതമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതില്ല, ബൈപ്പാസ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. ഒന്ന്, നിരുപാധികം ക്ഷമിക്കാൻ, മാപ്പ് കൊടുക്കാൻ, അതുപോലെ ദാനം ചെയ്യാൻ, വ്യക്തികളെ സഹായിക്കാൻ പറയുന്നതിൻ്റെ കാരണം, എവിടേക്കോ നമ്മൾ ഇതുപോലെ വാങ്ങി വെച്ചത് ഒരുപാടുണ്ട് നമ്മളടുത്ത്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കാം. ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണമെന്നില്ല, വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കാം. രണ്ടും സമാനമായിരിക്കും. ഏതാ നല്ലത് നിങ്ങൾക്ക് തോന്നുന്നു? സ്വയം ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതാണോ, അതോ ഹോസ്പിറ്റലായിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണോ? ഏതാ നല്ലതെന്ന് തോന്നുന്നു? ഹോസ്പിറ്റലായിരിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നത്, അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് അത്രയും പണം ചെലവാക്കേണ്ടി വരിക എന്നുള്ളതാണ് നിങ്ങളുടെ നിയോഗം. അത് സ്വന്തം കാര്യത്തിൽ വേണോ വേറൊരാളുടെ കാര്യത്തിൽ ചെലവഴിക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്, നമ്മൾ അനുഭവിക്കുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ വേദനകളുടെയും കാരണം ഇതുപോലെയുള്ള നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ചില സംഗതികൾ അപ്പുറത്തുണ്ടാകും. ഇതൊന്ന് തിരിച്ചറിയൂ. ഒന്ന്. രണ്ട്, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ഒരു കാരണവശാലും ഇനി വേദനാജനകമായിട്ടുള്ള ഒരു കർമ്മയിലേക്ക് നമ്മളെ നയിക്കരുത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങൾക്കറിയാം, ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് ഒരേ ശിക്ഷയ്ക്ക്, ഒരേ കുറ്റത്തിന് എല്ലാ വ്യക്തികൾക്കും ഒരേ വിധത്തിലുള്ള ശിക്ഷയല്ല കിട്ടുക. ഇപ്പൊ ഒരു കൊലപാതകം എടുത്തോളൂ. ഒരു കൊലപാതകം എടുത്തു കഴിഞ്ഞാൽ ഒരു മേജറിന് കിട്ടുന്ന ശിക്ഷയല്ല മൈനറിന് കിട്ടുക, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാണ് കൊന്നത്? ഒരു പട്ടാളക്കാരനെ യുദ്ധമുഖത്താണ് കൊല്ലുന്നതെങ്കിൽ അവിടെ ശിക്ഷയേ ഇല്ല, അയാൾക്ക് അംഗീകാരമാണ് കിട്ടുന്നത്. അതുപോലെ മനസ്സിന് സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് മറ്റൊരു വിധത്തിലായിരിക്കും പരിഗണന കിട്ടുന്നത്.
അതുപോലെ ഇവിടെ നമ്മൾ ഈ കർമ്മ നിയമങ്ങളെക്കുറിച്ചും പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന, അറിയുന്ന, അറിവുള്ള നമ്മളെപ്പോലുള്ള വ്യക്തികൾ ഒരു ചെറിയ കൊള്ളരുതായ്മ ചെയ്താൽ പോലും ഒരുപക്ഷെ കഠിനമായിട്ടുള്ള ശിക്ഷ കിട്ടും, കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ അപ്പുറത്ത് വരും. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത, അറിവില്ലാത്ത ഒരു വ്യക്തിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ചൊക്കെ ഇളവ് കിട്ടിയേക്കും. എൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? യെസ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ആലോചിക്കുക, ഇതിൻ്റെ പിന്നിലെല്ലാം ഇവിടെ കൊണ്ട് കഴിയുന്നില്ല, ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ബാക്കിയുണ്ട്, ഞാനിത് ചെയ്യണോ, ഞാനിത് ഇപ്പോൾ ചെയ്യണോ, ഞാനിത് ഇയാളോട് ചെയ്യണോ, ഞാനിത് ഇങ്ങനെ ചെയ്യണോ, ഇതൊക്കെ ഒരു പ്രാവശ്യം കൂടി, ഒരു വട്ടം കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുകയോ ഒന്ന് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ഞാനിവിടെ ഈ കർമ്മ നിയമങ്ങളെ കുറിച്ച് പറയാൻ കാരണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ചിലതെല്ലാം വിടാതെ പിന്തുടരുന്നുണ്ട് എങ്കിൽ അവിടെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, അതിലൂടെ നിങ്ങൾക്ക് എന്തോ പഠിക്കാനുണ്ട്, അറിയാനുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പരിഹാര മാർഗങ്ങൾ നിരന്തരം തേടിക്കൊണ്ടേയിരിക്കുക. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും അവിടെ നിലനിർത്തുക. അതിന് കാര്യമായിട്ട് ഒരു പരിധിയിൽ കവിഞ്ഞ ദേഷ്യമോ വെറുപ്പോ സങ്കടമോ ഒന്നും ആരോടും വേണ്ട. എവിടെയും പഠനങ്ങൾ നിർത്തിപ്പോവുകയും ചെയ്യും. ചില ആൾക്കാർ വിചാരിക്കും, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാകും. അല്ല, നിങ്ങൾ പരിഹാരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടോ? ഇല്ല. ഒരു നിർദ്ദേശം എല്ലാവരോടും തരാനുള്ളത്, നോക്കൂ, ഗ്രാറ്റിറ്റ്യൂഡ് കഴിയുന്നിടത്തോളം നമ്മൾ ഗ്രൂപ്പിൽ എഴുതിയിടുക. എനിക്കറിയാം എല്ലാവരും തിരക്കുള്ള ആളുകൾ തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും ദിവസത്തിൽ കഴിയുന്ന ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ സമയമെടുത്തിട്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് സമയമെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ നന്മകളിൽ ചിലതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നതെങ്കിലും ഗ്രൂപ്പിൽ ഒന്ന് എഴുതിയിടുക. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുകയാണ്, എനിക്കിതെല്ലാം കിട്ടി, ഇതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു എന്ന് റിയലൈസ് ചെയ്ത് അത് നന്ദി പറയുന്നതിലൂടെ വീണ്ടും അത് ആവർത്തിക്കും. 1. 2, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലർ എഴുതിയിടുമ്പോഴാണ് ചിലർ റിയലൈസ് ചെയ്യുന്നത്, ഇതൊക്കെ ശരിക്കും നമ്മൾ നന്ദി പറയേണ്ട കാര്യങ്ങളായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഒന്നും സംഭവിക്കുന്ന കാര്യമായിരിക്കും, പക്ഷെ ഞാനതിനെ കാര്യമായിട്ട് എടുക്കില്ല. മറ്റൊരാളത് എഴുതിയിടുമ്പോഴാണ് വിചാരിക്കുന്നത്, അപ്പം ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, എഴുതിയിടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മറ്റുള്ളവർ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കുക. ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ ഒരു മാർക്കും, ഒരു അടയാളം, ഒരു കൂപ്പുകയോ ഒരു തമ്പോ എന്തെങ്കിലും അവിടെ ഒന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഞാൻ ചില സമയങ്ങളിൽ എല്ലാ ദിവസവും ഞാനിത് വായിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും എഴുതിയിടുന്ന വായിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. മാത്രമല്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓഡിയോ ബുക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഓഡിയോ ബുക്കിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. മനസ്സിങ്ങനെ നിറയും പലപ്പോഴും. ഒരു വ്യത്യസ്തമായിട്ടുള്ള, അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അത് നയിക്കും തീർച്ചയായിട്ടും. അപ്പോൾ കഴിയുമെങ്കിൽ ഇതും കൂടി വായിച്ചു നോക്കുകയും നിങ്ങളുടെ ഒരു അടയാളം, ഒരു മാർക്കിംഗ് അവിടെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച ഭ്രമരി പ്രാണായാമം എല്ലാ ദിവസവും ചെയ്യുക. അതുപോലെ നമ്മൾ മറ്റ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ മെഡിറ്റേഷന് മുൻപ് ഈ ഭ്രമരി പ്രാണായാമം കൂടി ചെയ്തിട്ട് അതിലേക്ക് കടക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ മനസ്സ് വല്ലാതെ ശാന്തമാകും, പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് ഒരു യോജിപ്പുണ്ടാകും. അപ്പോൾ കൂടുതൽ ഗംഭീരമായിട്ട് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഇല്ല. പഴയ വീഡിയോ കിട്ടാൻ എന്താ? പഴയ വീഡിയോയുടെ ലിങ്ക് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 2 വീഡിയോയുടെയും കിട്ടിയില്ലേ? ഗ്രൂപ്പിലൊന്ന് മുകളിലേക്ക് നോക്കിയാൽ മതി. 2 ദിവസത്തെയും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ശരി. അല്ലെങ്കിൽ കോർഡിനേറ്ററോടൊന്ന് പറഞ്ഞാൽ പേഴ്സണലി അയച്ചു തരും കേട്ടോ. ശരി. ദിവ്യ ഒന്ന് നോട്ട് ചെയ്തോളൂ, അദ്ദേഹത്തിൻ്റെ ഒന്ന് പേഴ്സണലി അയച്ചു കൊടുക്കും. ശരി. മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി. അപ്പൊ നമ്മളിങ്ങനെ നിരന്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് എന്തോ സാറേ,
ഈ പറയൂ. കർമ്മഫലങ്ങൾ നമ്മൾ ചെയ്തതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ അത് മാറി കിട്ടുമോ? കിട്ടും. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ഞാൻ താങ്കളെ ഒരു സമയത്ത് വേദനിപ്പിച്ചു, അപ്പൊ അതിന്റെ കർമ്മ എൻ്റെ അടുത്ത് വന്നു, കർമ്മ വന്നു. ഈ കർമ്മ ഞാൻ അനുഭവിക്കാൻ ബാക്കി നിൽക്കുന്നുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അനുഭവിക്കേണ്ടത്, അതിനുള്ള യാത്രയിലാണ്. ആ സമയത്താണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോഴാണ് ഈ കർമ്മ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്, അയ്യോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുകയും ഞാൻ താങ്കളോട് വന്നിട്ട് മാപ്പ് പറയുകയും ചെയ്യാണ്. ഞാനത് അറിയാണ്ട് ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഞാനത് ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് പറയുമ്പോൾ താങ്കൾ വിചാരിക്കും, ഓ, എനിക്ക് അന്ന് ഒരുപാട് വിഷമം തോന്നി, സാരമില്ല കേട്ടോ, പോട്ടെ, നിങ്ങൾ അറിയാതെ ചെയ്തതല്ലേ എന്ന് പറയുന്നു. പിന്നെ അതിന്റെ കർമ്മ ഞാൻ അനുഭവിക്കേണ്ടതുണ്ടോ? അനുഭവങ്ങളായിട്ട് ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടോ? അപ്പൊ താങ്കൾക്ക് ചിലപ്പോൾ, താങ്കൾ ഒരു നിസ്സാരക്കാരനല്ല, താങ്കളും ചിലപ്പോൾ കരുതി, അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു, പണി കൊടുക്കണം എന്ന് വെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ താങ്കൾ ചെയ്തു വരുന്നുണ്ടാകും. അപ്പോഴാണ് ഞാൻ വന്ന് താങ്കളോട് മാപ്പ് പറയുന്നത്. താങ്കൾ പിന്നെ അത് തുടരുമോ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ താങ്കളോട് കുറച്ച് പണം വാങ്ങിയിട്ട് ഞാൻ മുങ്ങാനുള്ള പരിപാടിയാ, അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ചേരുന്നത്. ഞാൻ ഈ പൈസ തിരികെ കൊണ്ടുതരും. അപ്പൊ പിന്നെ അതിന്റെ നടപടികളിലേക്ക് ഞാൻ പോകേണ്ടതുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത്. ചിലതെല്ലാം കേവലം മനോസങ്കല്പങ്ങൾ കൊണ്ട് പോലും മാറും. അതാണ് വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ അവിടെ സംഭവിക്കുന്നത്. ഈ തലയിൽ എഴുത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ തിരുത്തപ്പെടുന്നത് അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പരിവർത്തനത്തിന്റെ യാത്രയിലാണ് നമ്മളെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കൂടുതൽ പഠിക്കുകയും പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുകയും അറിയുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരിവർത്തനം വേഗമാകും. സോ മോക്ഷപ്രാപ്തി എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു 2 or 3 ജന്മം കുറഞ്ഞു കിട്ടും. കാരണം അവിടെ ഈ 2 or 3 ജന്മത്തിലെ അനുഭവങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കും. അപ്പൊ ആ 2 or 3 ജന്മം എടുക്കേണ്ടതില്ല, അല്ലാതെ തന്നെ ബൈപ്പാസ് ചെയ്ത് പോകാം. മനസ്സിലായി? ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ തന്നെ നന്നായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ അവന് ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല, അല്ലേ? അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ശരി, സന്തോഷം. മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, താങ്ക് യു. അപ്പോ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. അറിവ് പകർന്നു തരുന്ന ഗുരുനാഥന്മാർക്കും പ്രപഞ്ചബോധത്തിനും മറ്റു സാഹചര്യങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ഗുരുനാഥന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you, sir. Thank you.